നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. MG Road, Thrissur, near bus stand, Tripprayar. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി തൃശൂർ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സിറ്റി പോലീസ് കമ്മീഷണർ. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത CPM പഞ്ചായത്ത് അംഗം രാജിവെച്ചു. 16-ാം വാർഡ് അംഗം രാമചന്ദ്രനാണ് രാജിവെച്ചത്. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന്റെ കയ്യേറ്റു. കൊല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്ക്. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തെരുവുനായ ശല്യമൊഴിയാതെ ചാലക്കുടി. 5 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. പ്രതിഷേധം ശക്തമായതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭ രംഗത്ത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ സ്ലീപ്പർ പതിപ്പ് അടുത്ത ആഴ്ച മുതൽ ട്രാക്കിലിറങ്ങും. മിനിമം ചാർജ് 960 രൂപ. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാകില്ലെന്ന് റെയിൽവേ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങി. ബുധനാഴ്ച രാവിലെ മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയായ സൂര്യകാന്തിയിലാണ് ഉദ്ഘാടനം. കലോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ ചൊവ്വാഴ്ച സജീവമാകും. ഉച്ചയ്ക്ക് പാലുകാച്ചൽ ചടങ്ങ് നടക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ് അറിയിച്ചു. തൃശൂർ സിറ്റി 11 സോണുകളായി തിരിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 1200ഓളം പോലീസുകാരെ നിയോഗിക്കും. 300-ലധികം വനിതാ പോലീസും ഉണ്ടാകും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും ഉണ്ടാകും. ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 64th സ്കൂൾ കലോത്സവം ബന്ധപ്പെട്ട് നമ്മുടെ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൃശ്ശൂർ സിറ്റി ഒരു മുഴുവൻ സിറ്റി 11 സോണിൽ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ വേദികൾ കവർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ അവിടെ ഹെൽപ്പ് ഡെസ്ക് വെക്കാൻ വേണ്ടി നമ്മുടെ മാൻ പവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 1200 മേളിൽ പോലീസുകാർ ഈ സമയത്ത് തൃശ്ശൂർ സിറ്റിയിൽ ജനങ്ങളുടെ സേവനം വേണ്ടി ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 300 അധികം വിമൻ പോലീസ് ഓഫീസേഴ്സും ഇവിടെ ഉണ്ടാവും. നമ്മുടെ സിറ്റിയിൽ ഹെൽപ്പ് ഡെസ്ക് ഇമ്പോർട്ടൻറ്റ് സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻസ്, ബസ് സ്റ്റാൻഡിൽ 24 hours ഉള്ള ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മോർ ദാൻ 60 പാർക്കിംഗ് സ്പേസസ് പല സ്ഥലത്ത് തൃശ്ശൂർ സിറ്റിയിൽ ടൗൺ പരിധിയിൽ അത് വെച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടുള്ള ട്രാഫിക്കും പാർക്കിങ്ങുള്ള അറേഞ്ച്മെൻറ്റ് എല്ലാ സിറ്റി ഭാഗത്തു നിന്നും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ള പാർക്കിങ്ങുള്ള സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് QR കോഡ് വെച്ചിട്ട് തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി അത് എല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. കലോത്സവ വേദിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രക്ക് ജില്ലാ അതിർത്തിയായ ചാലക്കുടിയിൽ ആവേശോജ്വലമായ സ്വീകരണം. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വെച്ച് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നാണ് 117 പവൻ തൂക്കമുള്ള കപ്പ് കലോത്സവത്തിലേക്ക് എത്തിക്കുന്നത്. നഗരസഭാ ചെയർമാൻ ആലിസ് ഷിബു, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, നഗരസഭാ കൌൺസിലർ VJ ജോജി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ PM ബാലകൃഷ്ണൻ, ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഓഫീസർ T ശൈല തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്വർണ്ണക്കപ്പ് നമ്മുടേത് മാത്രമാകണം. 1999 ശേഷം 25 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള കപ്പിന് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഹാഷിഖ്, KK രാധാകൃഷ്ണൻ, റസോജ ഹരിദാസ്, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ യോഗത്തിന് എല്ലാം സമന്വയിപ്പിക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനമായിട്ട് എല്ലാം തന്നെ ഉള്ള സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശം കൂടിയാണ് ഈ മണ്ണ് എന്ന് തൃശ്ശൂർ.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി.എച്ച്. നിയാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.എം. ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും അടിത്തട്ടിൽ മുതൽ നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും യോഗ്യരായവരെ തെരഞ്ഞെടുക്കപ്പെട്ട വലിയൊരു കലോത്സവം മാറ്റുരയാണ് നടക്കുന്നത്. നമുക്ക് അതിനനുചിതം നമുക്ക് ജില്ലകളാകെ ഏഷ്യയിലെ വലിയ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.ഐ. സജിത ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി. പ്രേമൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.കെ. ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു, സ്കൂൾ പ്രിൻസിപ്പാൾ പി.കെ. ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ കെ.എസ്. കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടുകൊണ്ടിരിക്കുകയാണ്. കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ കവാടത്തിൽ ബാനറുമായി കാത്തുനിന്ന വിദ്യാർത്ഥികളും അധ്യാപകരും പൂക്കൾ വിതറി സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ സി ജേക്കബ്, അധ്യാപകൻ സൈജു കുളങ്ങാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം സി.സി. മുകുന്ദൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മോഹനൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.എം. നൌഷാദ്, എ.ഇ.ഒ. അമ്പിളി കെ.വി., ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.ഐ. സജിത, സ്കൂൾ പ്രിൻസിപ്പൽ സാവിത്രി പി.എസ്. തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സ്വീകരണം നൽകി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ എ.എച്ച്. അക്ബർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത LDF പഞ്ചായത്ത് അംഗം രാജിവെച്ചു. 16-ാം വാർഡംഗം CPM പ്രതിനിധിയായ രാമചന്ദ്രനാണ് രാജിവെച്ചത്. രാമചന്ദ്രൻ കോൺഗ്രസ് പ്രതിനിധിക്ക് വോട്ട് ചെയ്തതോടെ പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടപ്പെട്ടിരുന്നു. അശ്രദ്ധ മൂലമാണ് വോട്ട് മാറി ചെയ്തതെന്നാണ് രാമചന്ദ്രൻ പാർട്ടിക്ക് നൽകിയ വിശദീകരണം. സംഭവത്തിൽ ഇദ്ദേഹത്തെ CPM സസ്പെൻഡ് ചെയ്തിരുന്നു. വിപ്പ് ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത ഉറപ്പാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതോടെയാണ് രാമചന്ദ്രൻ രാജിവെച്ചത്.
ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതര പരിക്ക്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. റെയിൽവേ സ്റ്റേഷൻ പോയിന്റ്മാൻ രാഹുൽ എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ട യുവാവിനെ കണ്ടത്. ഏകദേശം 30 വയസ്സ് തോന്നുന്ന ഇയാളുടെ ഇടത് കൈ അറ്റുപോയിട്ടുണ്ട്. തലയ്ക്കും കാലിനും ഗുരുതര പരിക്കുണ്ട്. ഇയാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്കേറ്റു. ആന്ധ്രയിൽ നിന്ന് ശബരിമലയിലേക്ക് പോയിരുന്ന അയ്യപ്പ തീർത്ഥാടകരായ 6 പേർക്കും കാറിൽ സഞ്ചരിച്ചിരുന്ന 2 കുട്ടികളടക്കം 7 പേർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശബരിമലയ്ക്ക് പോയിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാൻ തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാൻ മറിഞ്ഞു. യാത്രക്കാരും ഒല്ലൂർ പോലീസും രക്ഷാപ്രവർത്തനം നടത്തി. മുള്ളൂർക്കരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഒറ്റപ്പാലം ഭാഗത്തു നിന്നും തിരുവഞ്ചിക്കുളം അമ്പലത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ട്രാവലറും എറണാകുളം ഭാഗത്തു നിന്ന് ചെർപ്പുളശ്ശേരിക്ക് പോകുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാളമുറി തെക്ക് ഭാഗത്ത് ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ തല കീഴായി മറിയുകയായിരുന്നു. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. തിങ്കളാഴ്ച 5 പേർക്ക് നായയുടെ കടിയേറ്റു. ഇതോടെ 3 ദിവസത്തിനുള്ളിൽ ചാലക്കുടി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി തെരുവുനായകൾ ആക്രമിച്ചവരുടെ എണ്ണം 16 ആയി. സൗത്ത് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് 5 പേരെ നായ കടിച്ചത്. മലപ്പുറം സ്വദേശി അജ്മൽ, അതിഥി തൊഴിലാളികളായ ജാഫർ, പെരിയസ്വാമി, കോഴിക്കോട് സ്വദേശി അരുൺ, ചാലക്കുടി സ്വദേശി തിലകൻ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പ്രതിഷേധം ശക്തമായതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നഗരസഭ ഏർപ്പെടുത്തിയ ഡോഗ് ക്യാച്ച് സംഘം 5 നായകളെ പിടികൂടി. പാലക്കാട് നിന്നും എത്തിയ ഡോഗ് സ്ക്വാഡ് 2 ദിവസം നഗരത്തിൽ ക്യാമ്പ് ചെയ്ത് അക്രമാസക്തരായ നായകളെ പിടികൂടും. വർക്കിൽ വരുന്ന സമയത്താണ് പട്ടി ഓടി വന്ന് പിന്നീടാണ് കടിച്ചു ഓടി. നമ്മുടെ സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡ് വെച്ചിട്ടാണ് തുടരെ പിന്നീടാണ് പാന്റ് കൂട്ടിയാണ് കടിച്ചത്. അല്ലെങ്കിൽ ഇത്തിരി മുറി ഓടി പോയാനെ. ബസ് സ്റ്റാൻഡിൽ വെച്ചാ ചാലക്കുടി ബസ് സ്റ്റാൻഡ്. അത് നാടൻ പട്ടി റോഡുമ്മ കറങ്ങുന്ന പട്ടിയില്ലേ. നാട്ടിലോട്ട് പോവുകയായിരുന്നു. പോകുന്ന വഴിക്കാണ് മൂവാറ്റൊന്ന് ഡയറക്റ്റ് ബസ് കിട്ടാത്തതുകൊണ്ട് ചാലക്കുടി KSRTC ഇറങ്ങി. അങ്ങനെ ബാത്റൂം വേണ്ടിയിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നടന്നു പോകുമ്പോഴാണ് ബാക്കിൽ നിന്ന് പട്ടി ഒന്ന് കടിച്ചത്. വെള്ള നിറത്തിലുള്ള പട്ടി ഒന്ന് കടിച്ചത്. വേറെ 1-2 പേര് കടിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരാണ് പറഞ്ഞു കേട്ടത്. ഞാൻ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ബസ് സ്റ്റാൻഡ് വെച്ചിട്ട് പട്ടി കടിച്ചതാ. ഞാൻ ഒന്ന് ഓടി ഒരു ചേച്ചിന്റെ കടയിൽ പോയി. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചി പട്ടി കടിച്ചിരുന്നു. അപ്പൊ ചേച്ചി പിന്നെ ഇവിടെ ഒരു ബാത്റൂമിൽ പോയി. ചാലക്കുടിയിൽ 3 ദിവസക്കാലമായിട്ട് തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായ രീതിയിൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആകെ തന്നെ ആശങ്കയിലടുത്താണ്. കഴിഞ്ഞ ശനിയാഴ്ച 3 പേരെയാണ് മാർക്കറ്റിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ആളുകളെ തെരുവ് നായ ഓടിച്ചിട്ട് കടിച്ചത്. ഇന്നലെ ഞായറാഴ്ച ഇന്നലെയും ഇതുപോലെ സമാന സംഭവം ഉണ്ടായി. 3 പേരെ പട്ടി കടിച്ചു. വന്ദേ ഭാരത് ട്രെയിനുകളുടെ സ്ലീപ്പർ പതിപ്പ് അടുത്ത ആഴ്ച മുതൽ ട്രാക്കിലിറങ്ങും. രാജധാനി എക്സ്പ്രസിനേക്കാൾ വേഗതയും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഈ ട്രെയിനിൽ RIC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാകില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് കംഫർട്ട്സ് ടിക്കറ്റുകൾ മാത്രമേ നൽകൂ. സീറ്റുകൾ ഒഴിവില്ലെങ്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി. രാജധാനി എക്സ്പ്രസിനേക്കാൾ അല്പം ഉയർന്ന നിരക്കാണ് വന്ദേ ഭാരത് സ്ലീപ്പറിന്. കുറഞ്ഞത് 400 കിലോമീറ്റർ ദൂരത്തിനുള്ള ചാർജ് ഈടാക്കും. മിനിമം ചാർജ് 960 രൂപയാണ്. 400 കിലോമീറ്റർ യാത്രകൾക്ക് തേർഡ് AC 960 രൂപ, സെക്കൻഡ് AC 1240 രൂപ, ഫസ്റ്റ് AC 1520 രൂപ എന്നിങ്ങനെയാണ് നിരക്ക്. ഇടവേള. കേരള വസ്ത്രാലയം സ്വർണ്ണ
കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിറ്റ്നസ് ഇല്ലാതെ ഒല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഗണേഷ് എന്ന ബസ്സാണ് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവും നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ഇവരിൽ നിന്നും 15,250 രൂപ പിഴ ഈടാക്കി. നവീകരിച്ച തൃശൂർ KSRTC റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ വിൻഷി അരുൺകുമാർ, കൌൺസിലർമാരായ ഷാജു കുണ്ടോളി, രഘുനാഥ് C മേനോൻ, P ജേക്കബ് പുലിക്കോട്ടിൽ, കോർപ്പറേഷൻ സെക്രട്ടറി TP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. KSRTC റോഡിലെ 160 മീറ്റർ ദൂരം 87 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കട്ട വിരിച്ച് നവീകരിച്ചത്. ഈ ഡിവിഷന്റെ പ്രിയങ്കരനായ ശ്രീ ഉബൈദ് അറിയിച്ചിരുന്ന പ്രിയപ്പെട്ട മുഖ്യാതിഥിയായി കോർപ്പറേഷൻ ഇപ്പോഴത്തെ കൗൺസിലറുമായ റോഡാണ് KSRTC റോഡ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ റോഡിന്റെ അവസ്ഥ കുറച്ച് ശോചനീയമായിരുന്നു. എടവിലങ്ങ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സുജിത് സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിനീത രമേശ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ KA അഫ്സാദ് എന്നിവരാണ് ചെയർപേഴ്സൺമാർ. നിർമ്മാണം പൂർത്തിയാകാത്ത KSTP കാനയിൽ വീണ് വയോധികന് ഗുരുതര പരിക്ക്. ഞായറാഴ്ച രാത്രി ഇരിങ്ങാലക്കുട ദനഹ തിരുനാൾ വെടിക്കെട്ടിന് ശേഷമാണ് അപകടം. ഗാന്ധിഗ്രാം സ്വദേശി കണ്ടഞ്ചേരത്ത് സുകുമാര മേനോനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആനയെന്ന റെക്കോർഡിനുടമയായ ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രശസ്ത കൊമ്പൻ നന്ദൻ പാദരോഗത്തിന്റെ പിടിയിൽ. ഗജവീരന്റെ 2 മുൻകാലുകളിലാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ തുടരുകയാണ്. ഡിസംബർ പകുതിയോടെയാണ് നന്ദനെ നീരുകാലം കഴിഞ്ഞ് അഴിച്ചത്. എന്നാൽ നീരിൽ തളയ്ക്കുന്നതിന് മുൻപ് പാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ഇതേ തുടർന്ന് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷമാണ് മദപ്പാടിൽ തളച്ചിരുന്നത്. ഇപ്പോൾ നീരൊഴിഞ്ഞ് പുറത്തിറക്കിയ നന്ദനെ ഡോക്ടർമാർ ദിവസവും പരിശോധിക്കുന്നുണ്ട്. വിദഗ്ധ ചികിത്സയെ തുടർന്ന് വലതു മുൻകാലിലെ അസുഖത്തിന് കാര്യമായ ശമനം വന്നിട്ടുണ്ടെങ്കിലും ഇടതുകാലിലെ രോഗം പൂർണ്ണമായി ഭേദമായിട്ടില്ല. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. നാഗക്കാവിലെയും രക്ഷസ്തറയിലെയും 4 നിലവിളക്കുകൾ മോഷണം പോയി. ഒരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തിട്ടുണ്ട്. നിത്യവും വൈകിട്ട് ഭണ്ഡാരം തുറക്കുന്നതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേത്രം മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃക്കൂർ മതികുന്ന് ഫ്ളാറ്റ് റോഡിൽ കോട്ടായി ഇടതുകര കനാലിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് 200 ലിറ്റർ വാഷ് എക്സൈസ് സംഘം പിടികൂടി. പ്ലാസ്റ്റിക് വീപ്പയിൽ സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെത്തിയത്. ഉത്സവ സീസണിൽ ചാരായം വാറ്റുന്നതിനാണ് വാഷ് സൂക്ഷിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്.
ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള TCVയുടെ പ്രത്യേക സെഗ്മെന്റ് കലാപൂരം. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, പാട്രായിക്കൽ, തൃശൂർ. കേരള സംസ്ഥാന രൂപീകരണത്തോളം തന്നെ പഴക്കമുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ തൊട്ടടുത്ത മാസം തന്നെയാണ് കലോത്സവവും തുടങ്ങുന്നത്. ദില്ലി അന്തർ സർവകലാശാല കലോത്സവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു കേരളത്തിലെ ആദ്യ സ്കൂൾ കലോത്സവവും അരങ്ങിലെത്തിയത്. ഏതാണ്ട് 200 കുട്ടികൾ മാത്രമാണ് സ്കൂൾ തലത്തിൽ നിന്ന് നേരിട്ട് കലോത്സവത്തിൽ പങ്കെടുത്തത്. ഇതുപോലെ 5 ദിവസം നീണ്ട കലോത്സവ മാമാങ്കമില്ല, ഒരേ ഒരു ദിവസം മാത്രം. എറണാകുളം SRV ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ആദ്യ കലോത്സവം. അന്ന് പേര് കേരള സ്കൂൾ യുവജനോത്സവം എന്നായിരുന്നു. 2009 മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 1986 ഏറ്റവും കൂടുതൽ വ്യക്തിഗത പോയിന്റുകൾ നേടുന്ന പെൺകുട്ടിക്ക് കലാതിലക പട്ടവും ആൺകുട്ടിക്ക് കലാപ്രതിഭ പട്ടവും നൽകി തുടങ്ങിയത്. ആദ്യത്തെ കലാപ്രതിഭ പട്ടം നേടിയത് പിന്നീട് ചലച്ചിത്ര താരമായി മാറിയ വിനീതാണ്. കലാതിലകമായതാകട്ടെ പൊന്നമ്പിളി അരവിന്ദും. 2006 കലോത്സവം മുതൽ കലാതിലകം, കലാപ്രതിഭാ പട്ടങ്ങൾ നൽകുന്ന പതിവ് ഉപേക്ഷിച്ചു. 1986 തന്നെയാണ് കലോത്സവത്തിൽ ഹൈസ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുന്ന പതിവ് തുടങ്ങിയത്. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിലെത്തുമ്പോൾ ആ സ്വർണ്ണക്കപ്പ് ഏത് ജില്ലയിലെത്തും എന്നാണ് കലാകേരളം ഉറ്റുനോക്കുന്നത്. TCV, തൃശൂർ. കലോത്സവത്തിലെ വിജയിക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന്റെ കഥയറിയാം. 1985 കൊച്ചിയിൽ രജത ജൂബിലി കലോത്സവം നടക്കുമ്പോൾ മത്സരങ്ങൾ കാണാനെത്തിയതായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അതേ സമയത്ത് തന്നെ നെഹ്റു ട്രോഫി സ്വർണ്ണക്കപ്പിനുള്ള ഫുട്ബോളും കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള കാൽപന്താവേശം മനസ്സിലാക്കിയ വൈലോപ്പിള്ളിയുടെ മനസ്സിൽ കലയ്ക്ക് വേണ്ടിയും ഒരു സ്വർണ്ണക്കപ്പ് വേണം എന്ന ആശയം ഉദിച്ചു. ഇത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബുമായി പങ്കുവച്ചു. ഇതേ തുടർന്ന് സംഭാവന പിരിച്ചാണ് സ്വർണ്ണക്കപ്പിനുള്ള പണം കണ്ടെത്തിയത്. കപ്പിന്റെ രൂപകൽപ്പന നടത്തിയത് ചിത്രകാരനായ ചിറയൻകീഴ് ശ്രീധരനാണ്. വിദ്യ, കല, നാദം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രീതിയിലായിരുന്നു സ്വർണ്ണക്കപ്പിന്റെ രൂപകൽപ്പന. ഈട്ടിയിൽ തീർത്ത പീഠത്തിന് മുകളിൽ ഗ്രന്ഥവും അതിനുമേൽ വളയിട്ട കയ്യിൽ വലമ്പിരി ശംഖും ചിത്രീകരിച്ചാണ് കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ്. 18 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുണ്ട് കപ്പിന്. 1987 പത്തനംതിട്ടയിലെ ഷാലിമാർ ജ്വല്ലറിയാണ് കപ്പ് നിർമ്മിക്കാനുള്ള കരാർ ഏറ്റെടുത്തത്. പിന്നീട് കോയമ്പത്തൂരിലെ മുത്തുസ്വാമി കോളനിയിലെ T വരദരാജനും V ദണ്ഡപാണിയും അടക്കം 5 പേർ ചേർന്ന് 1.5 മാസമെടുത്താണ് ഇന്ന് കാണുന്ന സ്വർണ്ണക്കപ്പുണ്ടാക്കിയത്. TCV, തൃശൂർ. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, പാട്രായിക്കൽ, തൃശൂർ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,030, പവന് 1,04,240. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി തൃശൂർ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സിറ്റി പോലീസ് കമ്മീഷണർ. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത CPM പഞ്ചായത്ത് അംഗം രാജിവെച്ചു. 16-ാം വാർഡ് അംഗം രാമചന്ദ്രനാണ് രാജിവെച്ചത്. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന്റെ കയ്യേറ്റു. ഒല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്കേറ്റു. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തെരുവുനായ ശല്യമൊഴിയാതെ ചാലക്കുടി. 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പ്രതിഷേധം ശക്തമായതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭ രംഗത്ത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ സ്ലീപ്പർ പതിപ്പ് അടുത്ത ആഴ്ച മുതൽ ട്രാക്കിലിറങ്ങും. മിനിമം ചാർജ് 960 രൂപ. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാകില്ലെന്ന് റെയിൽവേ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.